Hello. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടുഡേയ്സ് ഗുഡി പാഡ്വ. സോ ഹാപ്പി ഗുഡി പാഡ്വ ടു ഓൾ ഓഫ് യു ഫസ്റ്റ് ഓഫ് ഓൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും പൊട്ടറ്റോൻ്റെ മാഷ്ഡ് പൊട്ടറ്റോ. നോർമലി നമ്മൾ ഈ എന്താ പറയുക വടപ്പാവിൻ്റെ ഉള്ളിലുള്ള സ്റ്റഫിങ് അല്ലെങ്കിൽ എന്താണ് പറയുക മസാല ദോശൻ്റെ ഉള്ളിലുള്ള സ്റ്റഫിങ് പോലത്തെ ഒരു സിമ്പിൾ ബേസിക് വെരി ഈസി ടു മേക്ക് റെസിപ്പി ഓഫ് പൊട്ടാറ്റോ. അതായത് നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയല്ല, ഒരു കൂട്ട് പോലെ, ഒരു ഉപ്പേരി പോലെ. നമ്മൾ ഈ ഇതിനുള്ളിൽ വെക്കുന്ന പോലെ തന്നെ നമ്മൾ എന്താ പറയുക മസാല ദോശൻ്റെ ഉള്ളിൽ വെക്കുന്ന പോലെ തന്നെ ഇറ്റ്സ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് റെസിപ്പി, ആർക്കും ഉണ്ടാക്കാം. സോ അമ്മ ആദ്യം ഞാൻ ഒന്ന് എണ്ണ ചൂടാക്കാൻ വെച്ചപ്പോൾ സോ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയം കൊണ്ട് എണ്ണ ഒന്ന് ചൂടാക്കി കിട്ടും. എണ്ണ കുറച്ച് ചൂടാക്കാൻ വെക്കുക. അധികം ഗ്യാസ് കൂട്ടി വെക്കണ്ട. അമ്മ എനിക്ക് ഒരു ഭയങ്കര വലിയ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ദിസ് ഈസ് ബോയിൽഡ് ആൻഡ് മാഷ്ഡ് പൊട്ടാറ്റോ. അമ്മ ഇത് പൊട്ടറ്റോ നമ്മളെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അതിൻ്റെ തോല് പൊളിച്ചിട്ട് അതിന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതും എനിക്ക് സെറ്റപ്പ് ആക്കി തന്നു. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്. ഇങ്ങനെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഈസിയാണ്. ഇത് നമ്മളെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഓക്കെ, ദാറ്റ് ഈസ് അനിയൻ, കടിപ്പത്ത, ginger and green chilies. So my mother got this ready for me. ഇത് ഞാൻ ഇംഗ്ലീഷും കൂടെ പറയുന്നത് ബിക്കോസ് ഇഫ് എനിവൺ എൽസ് ഹു ഇസ് നോട്ട് എ മലയാളി ഈസ് വാച്ചിങ് ദിസ്, അവർക്കും കൂടെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. രണ്ട് റെസിപ്പീസ് ഡിഫറെൻറ്റ് ആയിട്ട് ഒരു റെസിപ്പി രണ്ട് പ്രാവശ്യം ചെയ്യുന്നതിനെക്കാട്ടും ഐ തിങ്ക് ഐ ക്യാൻ ടോക്ക് മിക്സ്ഡ്, സോ ഇറ്റ് വിൽ ബി ഈസി. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. സോറി, ഐ എം നോട്ട് കണക്ടിങ് ദ മൈക്ക് റൈറ്റ് നൗ. ജസ്റ്റ് ഗിവ് മി എ മിനിറ്റ്. ഹോപ്പ്ഫുള്ളി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് മേക്ക് ദിസ്. സോ വി ഹാവ് ദിസ് റെഡി. വൺ ഈസ് ഓണിയൻ, അഗൈൻ ടു റിപ്പീറ്റ്, ഓണിയൻ, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ആൻഡ് കടിപ്പത്ത. Kadipata she has also cut it. I would have just put it upar se, but she has also managed to slice it into the recipe, so it's easier, so no problem. ഇത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇടും. Just put this mixture, or you can say the cut vegetables, into hot oil. കുറച്ച് നമുക്ക് ഇളക്കാൻ പാകമുള്ള പാത്രമായി കഴിഞ്ഞാൽ ഇറ്റ് ബി ഈസി ഫോർ us to handle. ഇളക്കാൻ പാകത്തിനുള്ളൊരു I want to use this. It's easy. കുറേ ഉള്ളി ഇടണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഫ്ലേവർ പ്രോപ്പറായിട്ട് വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഉള്ളി വളരെ കുറവായി കഴിഞ്ഞാൽ ഐ തിങ്ക് ബറാബരിമേ होना चाहिए. അനിയൻ ആൻഡ് ടൊമാറ്റോ, സോറി പൊട്ടാറ്റോ എന്ന് വെച്ചാൽ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഏകദേശം ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നതൊക്കെ നല്ലത്. ബിക്കോസ് അതിൻ്റെ ഫ്ലേവർ കൂടും എനിക്ക് തോന്നുന്നു, ഉള്ളി കുറച്ചും കൂടെ. ഇനി ഇത് വെന്ത് ഉടയേണ്ട ഒരു ഡിഷല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടുള്ളൂ. അപ്പോൾ ഉള്ളിയും അങ്ങനെ ചുപ്പും ആയിക്കൊണ്ട വെന്തിട്ട് ഒച്ച വരുന്നുണ്ടാവും, ഇത് ഒച്ച വരുന്നുണ്ടാവും. ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള സാധനങ്ങൾ നോക്കാം. ഒന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടില്ല. ഒന്ന് നമ്മൾ ഉപ്പ് അത് ലാസ്റ്റ് ഇട്ടാലും മതി. കുറച്ച് തീ കുറച്ച് വെക്കാം. ഒച്ച കൂടി വരുന്നുണ്ട്. എൻ്റെ ഒച്ച ഐ തിങ്ക് ഐ എം ക്ലിയർ. നമ്മളെ മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, ഇതിന് നല്ല കളറുണ്ട്, അതുകൊണ്ട് ഒരുപാട് വേണ്ട. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം പൊട്ടറ്റോയും കൂടി ഇടും, ഉരുളക്കിഴങ്ങും കൂടെ ഇടും, മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കളർ കുറവായി തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ, പിന്നെ നമ്മൾ മുളക് പൊടി. ഓക്കെ, കളർ കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യാം. ഇതിൽ ഓൾറെഡി നമ്മൾ മുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട്, ഗ്രീൻ ചില്ലി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരുപാട് മുളക് ഇട്ടിട്ട് എരിവ് പറ്റാത്ത ആൾക്കാർ ഒരുപാട് എരിവാക്കണ്ട. അതുപോലെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഇതിൻ്റെ കൊടുക്കണം, കുറച്ച് കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമുക്ക് ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ രണ്ട് പൊട്ടറ്റോ ചേർക്കുന്ന സമയത്ത് ഉപ്പ് കുറയും. സോ അതിനും കൂടെയുള്ള ഉപ്പ് നമ്മൾ ഇപ്പം തന്നെ ആഡ് ചെയ്യുക. പിന്നെ കുറവ് തോന്നുകയാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ആഡ്. നമ്മളെ പൊട്ടറ്റോ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. നടത്തി നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഉള്ളിയും കൂടെ ഒരുമിച്ച് വരുമ്പോഴുള്ള ഒരു മണം പറയണ്ട, അടിപൊളി. അതൊന്ന് വഴണ്ട് വരണമെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒന്ന് അതിനൊന്ന് ക്ഷീണിക്കണം. നല്ല ശക്തി നിൽക്കുന്ന ഉള്ളിയൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഇതാവണം. ഓക്കെ, തീ വല്ലാണ്ട് കൂട്ടി വെക്കണ്ട, കുറച്ച് കൂട്ടി വെച്ചാൽ മതി. ഒരു സിമ്മിൽ കൂടുതൽ, പക്ഷെ നോട്ട് വെരി ഹൈ.
ഞാൻ മലയാളത്തിൽ തന്നെ പറയുന്ന മുഴുവൻ എൻ്റെ ശീലം നമ്മൾ ഭാഷ പറയുമ്പോൾ അങ്ങനെ ആയിപ്പോല്ലോ. നെക്സ്റ്റ് നമ്മളെ മാഷ് പൊട്ടറ്റോ. ഇതൊന്നും ഇങ്ങനെ അപ്പം എങ്ങനെ കാണിക്കാം, കെൻ യു സീ, ഇങ്ങനെ വഴണ്ട് വന്നാൽ മതി. ഓക്കെ. ആൻഡ് നമ്മളെ മാഷ് പൊട്ടറ്റോ അല്ലെങ്കിൽ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മാന്തിയിട്ട് ഇതിനകത്തേക്ക് ഇടണം. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകുമ്പോഴേക്ക് നമ്മൾ ഇതിൽ തന്നെ സ്മാഷ് അല്ലെങ്കിൽ മാഷ് ചെയ്തതാണെങ്കിൽ ഇത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കുക. എനിക്ക് തോന്നിയിട്ട് തന്നെ എനിക്ക് കളർ ഞാൻ കുറച്ച് കൂടുതലായോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ ശരിയായിക്കോളും. ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ക്രൈം ടു ഹാവ് എ ലിറ്റിൽ മോർ കളർ ഓർ ഫ്ലേവർ, ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ് ഐ ഗെസ്. കുറച്ച് എണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ എണ്ണ വയ്ക്കാം. എണ്ണ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ ടേസ്റ്റ് എൻഹാൻസ് ആവുകയുള്ളൂ. ചില പൊട്ടറ്റോസ് ആർ വെരി സ്റ്റബൺ. അത് ഒരു എന്താ പറയുക, മാഷ് ആകുമ്പോഴും ഒരു കട്ടത്തരം അതിനുണ്ടാവും. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും. അത് പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം നല്ല കുത്തി ഉടയ്ക്കേണ്ടി വരുമെന്നെങ്കിൽ അല്ലെങ്കിൽ അതിനൊന്നും കൂടെ പുഴുങ്ങാനിടേണ്ടി വരും. അല്ലാണ്ട് യു കനോട്ട് റിയലി ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. ഭയങ്കര ടഫാണ് ചില പൊട്ടറ്റോസ്. പിന്നെ തീ കൂട്ടി വെക്കേണ്ട, അടി പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ആ ഒരു അബദ്ധം കാണിക്കാതിരിക്കുക. കാരണം ഇത് ചെറിയൊരു പുകമണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഡസൻറ്റ് മേക്ക് എനി സെൻസ് ടു. ഇത്രയും നമ്മൾ മേനത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് മുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനല്ല ഇത് മുറിച്ചത്, അമ്മയാണ്. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം അടുക്കി പിടിക്കുക അല്ലെങ്കിൽ കരിഞ്ഞ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടേസ്റ്റൊക്കെ പോയി. സ്മെൽ ഇസ് റിയലി ഗുഡ്. ഞാനിതിൽ പ്രിഫർ ചെയ്യുന്നത് ലാസ്റ്റിൽ നമ്മൾ കൊത്തമ്പരും കൂടി ഇടണം. ദാറ്റ് ഈസ് ധനിയക്ക പത്ത, എന്താണ് പറയുക, മല്ലിച്ചപ്പ്. സോ ദാറ്റ് ഇതിങ്ങനെ കുറേ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ പുഴുങ്ങി കൊണ്ടുവന്ന സാധനമാണ്. സോ അതിങ്ങനെ കിടന്ന് വെന്താലും മതി. ഗ്യാസ് ഓഫ് ആക്കാണ്. ഈ മല്ലിച്ചപ്പ് ഇടാം. ഓക്കെ. സോ കൊത്തമ്പീർ, ദാറ്റ് ഈസ് മല്ലിയില ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് എപ്പോഴും ഒരു ടേസ്റ്റ് എൻഹാൻസറാണ്. ഏതെങ്കിലും ഒരു സാധനത്തിൽ നമുക്ക് അത്ര മണം പോരാ അല്ലെങ്കിൽ അത്ര കുറച്ചും കൂടി ഒരു നല്ലൊരു മണം വരുത്തണം അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ആഡ് മല്ലിയില. എല്ലാ സാധനത്തിലും കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ എസ്പെഷ്യലി ബ്ലാൻഡ് കുറച്ചും കൂടെ പൊട്ടറ്റോ അതൊക്കെ സാധനങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അങ്ങനെ നമ്മുടെ സബ്ജീസ് റെഡി. ഇതിൽ കൂടുതൽ ഒരു മെഹനത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെ വെജിറ്റബിൾസ് ഓൾറെഡി കട്ട് ആണ്. അല്ലെങ്കിൽ നമ്മളെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പൊട്ടറ്റോസ് ഓൾറെഡി മാഷ്ഡ് ആൻഡ് ബോയിൽഡ്. പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. അത് അടുപ്പത്തിടുക, ഇളക്കുക. ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളെ ഉപ്പും മുളകും മഞ്ഞളും, മുളകിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ബിക്കോസ് ഗ്രീൻ ചില്ലീസ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് യൂസ് ചെയ്തേ. പിന്നെ പൊട്ടറ്റോ ആകുമ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞു പോയാലോ എന്നുള്ളൊരു ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ആക്കിയത്. ആൻഡ് ഹിയർ ഈസ് ആർ ഡിഷ്. കേട്ടാ. സോ ദിസ് ഈസ് ഓഫ് ടുഡേ. പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വേറെ വീഡിയോ എടുക്കാം.